ഹായ് ഹലോ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രമുഖ വ്യവസായി CJ റോയി സ്വയം ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. അത് ഒരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. CJ റോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ബാംഗ്ലൂരുവിലാണ് സംഭവം. ബാംഗ്ലൂരിലെ ഓഫീസിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ED പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ED പരിശോധനയ്ക്കിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം വെടിയുതിർക്കുകയായിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സത്യാവസ്ഥ കൂടുതൽ അപ്ഡേഷൻ ഇനിയും വരാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ ED പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം കോടതിയിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഓഫീസിന് നിരന്തരം ED പരിശോധന നടക്കുന്നതിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ മണിക്കൂറിലായിട്ട് അദ്ദേഹത്തിൻ്റെ ബംഗളൂരുവിലെ ലാഫോർഡ് റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം ഗ്രൂപ്പ് അവിടെയുള്ള ഒരു ഓഫീസിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 57 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് ആണ് പറയുന്നത്. ഓഫീസിനുള്ളിലെ തൻ്റെ മുറിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമൊക്കെയായി വലിയ സംരംഭവുമുള്ള ഒരു പ്രമുഖ വ്യവസായിയാണ് CJ റോയി. എന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം CJ റോയിനെ എല്ലാവർക്കും മുഖപരിചയം ഉള്ളത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ ഒരു ആൾ എന്നുള്ള രീതിയിലാണ് ഒരു സാധാരണക്കാരനെ അറിയുന്നത്. നമുക്കൊരു ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള റിയാലിറ്റി ഷോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം കൂടുതൽ പരിചിതമാകുന്നത്. നമ്മുടെ ബിഗ് ബോസിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഫ്ലാറ്റുകൾ നൽകിയും അവാർഡ് നിശയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. ഒരു സാധാരണക്കാരന് നന്നായിട്ട് പരിചിതമാണ് അദ്ദേഹത്തിൻ്റെ മുഖം. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഓഫീസിലെത്തിയതും നീണ്ട പരിശോധന തന്നെയാണ് നടന്നത് എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലുള്ള വാർത്ത തന്നെയാണ്. എന്തായാലും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അദ്ദേഹം മുറിയിലേക്ക് പോയ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നാണ് വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയിൽ കുറേ കമൻറ്റുകളും ഒക്കെ നെഗറ്റീവ് വാർത്തകളൊക്കെ അതിനിടയിൽ വന്നിട്ടുണ്ട്. കുറേ കള്ളക്കളികൾ പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തോ സംഭവം നടന്നിട്ടുണ്ട്. ED അത് കണ്ടുപിടിച്ചു. ഇനി രക്ഷയില്ല, അതുകൊണ്ട് സ്വയം ജീവനൊടുക്കുക എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ഇങ്ങനെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ നൽകരുത്. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കുറേ പേരെ പറ്റിച്ച്, കുറേ പാവങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ എന്തൊക്കെയോ ഇയാളുടെ കള്ളത്തരങ്ങൾ തെളിഞ്ഞു എന്ന് തോന്നുന്നു, വഴിവിട്ട അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള തരത്തിലൊക്കെ കുറേ കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വരും അപ്ഡേഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് ഇതിനുള്ളിൽ നടന്നത്, എന്താണ് ഇതിന് പുറകിൽ നടന്നത് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും മണിക്കൂറിൽ എന്തൊക്കെ അപ്ഡേഷനാണ് വരുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം.